ശ്രീ ഉപേന്ദ്രൻ നാരായണൻ നോക്കൂ, നമ്മൾ നിരവധിയായി ഇത്തരം റോഡ് അപകടങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന മരണങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും അത് ഒഴിയാതെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം. ഇന്നിപ്പോൾ മഴയടക്കം പ്രതികൂലമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എന്ന് തോന്നുന്നു. ഈ അപകടങ്ങളൊക്കെയും മഴ ഒരു പ്രതികൂലമായി തന്നെ ഈ അപകടങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഈ കൊല്ലത്തും അതുപോലെ തന്നെ കൊച്ചിയിലും നടന്നിരിക്കുന്ന വാഹനാപകടങ്ങൾ, ഈ KSRTC ബസ്സിലിടിച്ച് ഇരുചക്രവാഹന യാത്രക്കാർ മരിച്ചു എന്നുള്ള വാർത്തകളാണ്. ഇത് ആരുടെയും ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് തെറ്റുണ്ട്. തെറ്റാരുടെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ കൊച്ചിയിലെ ആദർശ് ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഈ റോഡിൽ കുഴിയെടുക്കാൻ പാടില്ലാത്ത ദിവസങ്ങളാണ് റെഡ് അലർട്ട്. ഗവൺമെന്റ് റെഡ് അലർട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പൊതുനിരത്ത് കുഴിക്കാനോ അത് അപകടമായ രീതിയിൽ ഒഴിവാക്കി ഇടാനോ പാടില്ല. കാരണം റെഡ് അലർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ എന്തും സംഭവിക്കാം, ഭൂമിയിൽ എന്തും സംഭവിക്കാം. അതുകൊണ്ടാണ് റെഡ് അലർട്ട് കൊടുക്കുന്നത്. അപ്പോ ഈ വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാർ അവിടെ വന്ന് കുഴിച്ചത് ആദ്യത്തെ തെറ്റാണ്. പലപ്പോഴും നമ്മുടെ റോഡിലെ കൊലപാതകങ്ങൾക്ക്, അങ്ങനെ തന്നെ ഞാൻ പറയും, കൊലപാതകങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം വാട്ടർ അതോറിറ്റിയുടെ കരാറുകാരാണ്. അവർ റോഡിൽ രാവിലെ പോകുമ്പോൾ ഒരു കുഴിയും കാണില്ല, പക്ഷെ രാത്രി വരുമ്പോൾ അവിടെ കുഴി കാണും, ഗർത്തം കാണും. അവിടെ യാതൊരുവിധ അടയാളങ്ങൾ, ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ റിഫ്ലക്റ്റീവ് സ്റ്റിക്കേഴ്സ് കാണും, കോൺ കാണും, അങ്ങനെ പല ജീവൻ രക്ഷാ ഉപാധികൾ ഉണ്ട്. അതായത് ഇപ്പൊ വാട്ടർ അതോറിറ്റി തന്നെ പല കൊലപാതകങ്ങളുടെയും കാരണക്കാരാണ്. കാര്യം അവരുടെ കരാറുകാരെ എഞ്ചിനീയർമാർ ബോധവൽക്കരിക്കുന്നില്ല. നിങ്ങൾ റെഡ് അലർട്ട് സമയത്ത് റോഡ് കുഴിക്കാൻ പാടില്ല, കുഴിയിൽ ഒരു ഗർത്തം പൊടുന്നനെ ഉണ്ടാവുമ്പോൾ അതിന് വേണ്ട പ്രതിരോധ മാർഗങ്ങളായ ട്രാഫിക് കോണുകൾ, റിഫ്ലക്റ്റീവ് സ്റ്റിക്കേഴ്സ്, റിബൺസ്, സൈൻ ബോർഡുകൾ, മെൻ അറ്റ് വർക്ക് എന്നൊക്കെയുള്ള ബോർഡുകൾ വെച്ചിട്ട് വേണം അവിടെ എന്തെങ്കിലും ചെയ്യാൻ. പിന്നെ റെഡ് അലർട്ട് ഉള്ള സമയത്ത് ഒരു രീതിയിലും ചെയ്യാൻ പാടില്ലെന്ന് പോലീസിന്റെ കർശനമായ നിർദ്ദേശം ഉണ്ട്. എന്നിട്ടും അതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് മനുഷ്യജീവന് ഒരു വില കൊടുക്കാത്ത കുറെ കരാറുകാരാണ് ഈ പറഞ്ഞ വാട്ടർ അതോറിറ്റിക്കുള്ളത്. അത് എഞ്ചിനീയർമാരുടെ ഭാഗത്താണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. അവരെ ബോധവാന്മാരാക്കുകയും അതനുസരിച്ച് ചെയ്യുന്നുണ്ടോന്ന് എഞ്ചിനീയർമാരും ഓവർസിയർമാരും ഒന്ന് സൂപ്പർവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മരണം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. കേരളത്തിന്റെ പല ഭാഗത്തും വാട്ടർ അതോറിറ്റി ഈ മഴക്കാലത്ത് പെരും മഴ പെയ്യുന്ന സമയത്ത് കുഴി ഉണ്ടാക്കുകയും വാഹനം ഓടിച്ചു പോകുന്നവർക്ക് ആ കുഴിയെപ്പറ്റി ഒരു ബോധ്യവും കാണില്ല. കാര്യം വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കുഴിയിൽ വീണതിന് ശേഷമാണ് ഇത് കുഴിയായിരുന്നു എന്ന് പറഞ്ഞ് അപകടത്തിൽപ്പെടുന്നു. ഇപ്പൊ തന്നെ ബൈക്ക് യാത്രക്കാരൻ ദാരുണമായി കൊല്ലപ്പെട്ടു കൊല്ലം ജില്ലയില്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം കുഴിയിൽ വീണിട്ട് അദ്ദേഹം പാനിക്കായി, പേടിച്ചു പോയി. പാവം പേടിച്ചു പോയിട്ട് ആ വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടാൻ പോലും അദ്ദേഹം തുനിയാതെ, എന്താ പറഞ്ഞ, ഒരു പാനിക്കായ രീതിയിൽ KSRTC ബസ്സിനെ പോയി ഇടിക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഹെൽമെറ്റ് പോലും ഇല്ലാത്തതുകൊണ്ടാണ് ഹെഡ് ഇഞ്ചുറി ഉണ്ടായി അദ്ദേഹം മരിച്ചത്. ദയവ് ചെയ്ത് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, അപ്രതീക്ഷിതമായ ഒന്ന് എപ്പോഴും റോഡിൽ ഉണ്ടാകും എന്നൊരു വിശ്വാസത്തിൽ വേണം നമ്മൾ റോഡിലൂടെ ഓടിക്കാൻ. കുഴിയുണ്ടാകും, കമ്പി പൊട്ടിക്കിടക്കുന്നുണ്ടാകും, മരങ്ങൾ വീഴാൻ സാധ്യതയുണ്ട്, മരങ്ങൾ വീണ് കിടക്കുന്നുണ്ടാകും. അങ്ങനെ പല പല അൺസർട്ടണിറ്റീസ് നിറഞ്ഞതാണ് ഈ മഴക്കാല സമയത്തെ റോഡ് അപകടങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം. അതിന് ഗവൺമെന്റ് ഏജൻസികൾ ഈ പറഞ്ഞ മാതിരിയുള്ള വിഷ്വൽ, അതായത് നമുക്ക് റിഫ്ലക്റ്റീവ് കോൺസ് ഉണ്ട്, പിന്നെ വർക്ക് ചെയ്യുന്ന വർക്ക്മെന് റിഫ്ലക്റ്റീവ് ജാക്കറ്റ് കൊടുക്കാം. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മനുഷ്യജീവനെ പുല്ലുവില കൽപ്പിക്കരുത്. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഫണ്ടുണ്ട്, നിങ്ങൾക്ക് എക്യുപ്മെന്റ്സ്, അത് പൊതുനിരത്തിൽ വാഹനം ഓടിക്കുന്നവർക്കും കാൽനടക്കാർക്കുമാണ് പ്രിയോറിറ്റി. വർക്ക് ചെയ്യുന്നത് മഴക്കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്നത് ഒരു മരണത്തിലേക്ക് കലാശിക്കുന്ന രീതിയിലേക്കാകരുത്. പിന്നെ പൊതുവായിട്ട് എനിക്ക് പൊതുജനങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, നമ്മളുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് പൊതുനിരത്തിൽ അബാൻഡൻ ചെയ്യരുത്. പലയിടത്തും അപകടം ഉണ്ടാകുന്നത് റോഡ് പണി അല്ലെങ്കിൽ വീട് പണി കഴിഞ്ഞിട്ട് റോഡിൽ മെറ്റൽ കൂര ഇടുക, കരിങ്കൽ കഷ്ണങ്ങൾ ഉപേക്ഷിച്ച് പോവുക, അത് ചെയ്യരുത്. കാര്യം ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ബൈക്ക് മര്യാദയ്ക്ക് ഇടതുവശം ചേർന്ന് പോകുമ്പോഴായിരിക്കും അവിടെ പെട്ടെന്നൊരു മെറ്റൽ കൂന കാണുന്നത്. അതിന്റെ പുറത്ത് കയറി പിന്നെ അത് മറിഞ്ഞ് ബസ്സോ ലോറിയോ കയറി ഇറങ്ങി മരിക്കുന്നുണ്ട്. അങ്ങനെ പലതും പൊതു ജനങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് ചെയ്യാനുള്ളത്, റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടാകുകയാണെങ്കിൽ സ്വന്തം വീടിന് മുമ്പിലാണെങ്കിൽ അതൊന്ന് ഒരു തൂമ്പ എടുത്തിട്ട് വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യുക. കാര്യം ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞ ഒരു മഹത് പ്രവർത്തനമാണ്.
നമ്മൾ ഓരോരുത്തരും ഇപ്പൊ നമ്മുടെ വീട്ടിലെ മരം റോഡിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ അതിന്റെ ചില്ല് ഒന്ന് വെട്ടിക്കളയുക. അങ്ങനെ പലതും നമ്മൾ വിചാരിച്ചാൽ ഈ ഓരോ റോഡ് അപകടങ്ങളും കുറയ്ക്കാൻ പറ്റും. പിന്നെ ഡ്രൈവർമാർ ഇപ്പൊ വയനാട്ടിൽ ആ പെൺകുട്ടി ദാരുണമായ ഒരു അപകടത്തിൽപ്പെട്ടു മരിച്ചു. വാഹനങ്ങൾ ഡ്രൈ സർഫസിലൂടെ ഓടിക്കുന്ന മാതിരി അല്ല മഴക്കാലത്ത് ഓടിക്കുമ്പോഴേ. മഴക്കാലത്ത് വെള്ളം കൊണ്ട് വാഹനം സ്കിഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോ എങ്ങനെ സ്കിഡിങ് നമുക്ക് അവോയ്ഡ് ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഇപ്പൊ ഒരു ടയർ പ്രഷർ നമ്മൾ കാറ്റടിക്കുമ്പോഴേ 32 പൗണ്ടാണ് സാധാരണ ഡ്രൈ സീസണിലൊക്കെ നമ്മൾ നിറയ്ക്കുന്നതെങ്കിൽ അത് 2 പൗണ്ട് കുറച്ചാൽ അതിന് കൂടുതൽ ഗ്രിപ്പ് കിട്ടും, ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂടും. എന്ന് വെച്ചാൽ അധികം ലോഡില്ലാത്ത വണ്ടികളിൽ 2 പൗണ്ട് കുറച്ച് വാഹനം ഓടിക്കുന്നതുകൊണ്ട് കൂടുതൽ ഗ്രിപ്പ് കിട്ടും, ടയർ കുറെ കൂടി സ്പ്രെഡ് ചെയ്ത് റോഡിൽ കിടക്കും, ബ്രേക്ക് ചെയ്യപ്പെട്ടിയാൽ അവിടെ നിൽക്കും. വേഗത ഇപ്പൊ നമുക്ക് കേരളത്തിലെ ദേശീയപാത 4 വരി പാതയിലൊക്കെ 100 കിലോമീറ്റർ വേഗത അനുവദിച്ചുണ്ടെങ്കിലും മഴക്കാലം ആവുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു 20% കുറച്ച് ഓടിക്കുക. 80 കിലോമീറ്റർ പെർ അവറിലേക്ക് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപകടരഹിതമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും. മറ്റ് റോഡ് ഉപയോഗിക്കുന്നവരെ രക്ഷിക്കാനും പറ്റും. അങ്ങനെ നാം റോഡ് ഉപയോഗിക്കുന്നവർ മഴക്കാലത്ത് ഒരു പ്രത്യേക തരം ഡിസിപ്ലിൻ പാലിക്കണം. അതിലൊന്ന് എവിടെയൊക്കെ വെള്ളക്കെട്ടണം നമുക്ക് അറിയാൻ പറ്റില്ല, അത് വളരെ സൂക്ഷിച്ചു വേണം റോഡിലൂടെ നടക്കാനും. അതേപോലെ തന്നെയാണ് ബൈക്ക് ഓടിക്കുന്നവരും അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുഴി എവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തിയിരിക്കണം. പിന്നെ ഈ പറഞ്ഞ വെട്ടിപ്പൊളിക്കുന്ന കൊലയാളികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടേതായ ഉത്തരവാദിത്വം ചെയ്യുക, അല്ലെങ്കിൽ നാട്ടുകാർ നിങ്ങളെ കയ്യേറ്റം ചെയ്യും. പിന്നെ ഈ അടുത്ത സമയത്ത് ഒരു ന്യൂസ് ഞാൻ കേട്ടത്, ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാത്ത കരാറുകാരെ കൊണ്ട് ജോലി ചെയ്യിച്ചാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടും, ആ എഞ്ചിനീയർക്ക് തടവ് ശിക്ഷ കിട്ടും എന്നും കൂടി ഒരു ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്.